എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. വിഷ് യു ഹാപ്പി ന്യൂ ഇയർ. 2024 2024 നമ്മളെ വിട്ട് കടന്നുപോയി. 2025 നമുക്ക് കാലെടുത്ത് വെക്കുവാൻ്റെ കൊണ്ട് ദൈവം സഹായിച്ച ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്കായി സ്തോത്രം. ഈ പ്രഭാതത്തിൽ നിങ്ങളെല്ലാം അഭിസംബോധന ചെയ്തതിൽ എനിക്ക് വളരെ സന്തോഷം. എന്താണ് കർത്താവ് ഞാൻ നിങ്ങളോട് സംസാരിക്കേണ്ടത് എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രകാശിപ്പിച്ച ഒരു വചനം വായിപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. 1 കൊരിന്ത്യർ ലേഖനം 16 അധ്യായം അതിൻ്റെ 13-14 വാക്യങ്ങൾ. ഉണർന്നിരിക്കുവീൻ, വിശ്വാസത്തിൽ നിലനിൽക്കുവീൻ, പുരുഷത്വം കാണിപ്പീൻ, ശക്തിപ്പെടുവീൻ. നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവീൻ. നമുക്ക് ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലമെല്ലാം നന്നായിട്ടറിയാം. ഞാനതിലേക്ക് അധികമായി പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യയിലുള്ള വിശ്വാസികൾക്ക് അവിടെയുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കുവാനായി എഴുതിയ ഒരു ലേഖനം ഈ നൂറ്റാണ്ടിലും നമുക്ക് വളരെയധികം പ്രയോജനമുള്ളൊരു ലേഖനമായി ഇരിക്കുന്നു. അതിന് 1 അധ്യായം 10 തൊട്ട് 4 അധ്യായം 21 വാക്യം വരെ നമുക്ക് കാണുന്നത് അവിടെയുള്ള വിഭാഗീയ ചിന്ത, ഡിവിസീവ്നെസ് എന്ന് നമുക്ക് പറയും. അവിടെ പലതരത്തിലുള്ള വിഭാഗീയ ചിന്തയുണ്ടായിരുന്നു. നേതാക്കന്മാർ, അതുപോലെ തന്നെ ഉപദേശക്കാർ, നോസ്റ്റിക്സ് ചിന്താഗതികൾ, ഇവയെല്ലാം വന്ന് ഗ്രൂപ്പുകളായി തിരിഞ്ഞ് സഭയ്ക്കകത്ത് ഉണ്ടായ ആ ഭിന്നത, അതിനെ ആദ്യം താൻ അഡ്രസ്സ് ചെയ്യുക. 5 അധ്യായത്തിൽ നമ്മൾ കാണുന്നത് അവിടെ ഉണ്ടായിരുന്ന ദുർനടപ്പം. 6 അധ്യായത്തിൽ നമ്മൾ കാണുന്നത് അവിടെ ഉണ്ടായിരുന്ന ഡിസ്പ്യൂട്ട്സ്, ലോക കോടതിയിലേക്ക് വ്യവഹാരത്തിലേക്ക് പോകുന്ന ഡിസ്പ്യൂട്ട്സ്. 7 അധ്യായത്തിൽ വിവാഹവും തുടർന്ന് ഡൈവോഴ്സും അതിനോട് അനുബന്ധപ്പെട്ട വിഷയങ്ങളും താൻ കൈകാര്യം ചെയ്യുക. 8 അധ്യായം 1 തൊട്ട് 11 അധ്യായം 1 വരെയുള്ള വാക്യങ്ങളിൽ അവരുടെ ഫുഡ്, പ്രത്യേകിച്ച് ഐഡിയൽസിന്, വിഗ്രഹത്തിന് സമർപ്പിച്ച വിഗ്രഹാർപ്പിതങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം, ജീവിത വിശുദ്ധി എങ്ങനെ സൂക്ഷിക്കണം എന്ന് താൻ വളരെ കാര്യമായി എഴുതുകയാണ്. 11 അധ്യായം 2 തൊട്ട് 16 വരെയുള്ള വാക്യങ്ങളിൽ ഒരുവൻ പ്രവചിക്കുമ്പോൾ എങ്ങനെ പ്രവചിക്കണമെന്ന് വളരെ വ്യക്തമായി താൻ അവിടെ എഴുതുകയാണ്. അതിൻ്റെ 17 തൊട്ട് 34 വരെയുള്ള വാക്യങ്ങളിൽ എങ്ങനെയാണ് കർത്താവിൻ്റെ മേശ അനുഷ്ഠിക്കേണ്ടത്, അത് എന്താണത്, അതിൻ്റെ പുറകിലുള്ള ആ യഥാർത്ഥത്തിലുള്ള അർത്ഥമെന്ത്, ഇതൊക്കെയാണ് താൻ ആ ഭാഗത്ത് ഉദ്ധരിക്കുന്നത്. 2 അധ്യായങ്ങൾ തുടർന്നുള്ള 2 അധ്യായങ്ങൾ 12-14 അധ്യായങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് എങ്ങനെ ആത്മീയ വരം ദൈവസഭയിൽ ഉപയോഗിക്കണം, ആത്മീയ വരം എങ്ങനെ ഉപയോഗിക്കണം, പ്രത്യേകിച്ച് അന്യഭാഷകൾ പൊതു ആരാധനയിൽ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അവിടെ വ്യക്തമായി പറയുന്നുണ്ട്. അടുത്ത ഏറ്റവും വലിയൊരു പ്രശ്നം, അവർ വിശ്വസിച്ചിരുന്നത് യേശുക്രിസ്തു അവരുടെ തലമുറയിൽ തന്നെ വരുമെന്നാണ്. എന്നാൽ പലരും ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മരിച്ചു തുടങ്ങിയവരുടെ ഭാവി എന്തായിത്തീരും, മരിച്ചവർ എങ്ങോട്ട്, അവർ രക്ഷിക്കപ്പെടുമോ, കർത്താവിൻ്റെ വരവെന്ന്, ഇങ്ങനെയുള്ള വിഷയങ്ങൾ അവരെ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു. ആ വിഷയങ്ങളെ തുടർന്നുള്ള ആ അധ്യായത്തിൽ 15 അധ്യായത്തിൽ വളരെ വ്യക്തമായി അപ്പോസ്തലനായ പൗലോസ് വ്യക്തമായി എഴുതുക. 16 അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഇതിൻ്റെ കൺക്ലൂഷനാണ്. അങ്ങനെ ആ നല്ലൊരു ലേഖനം കൺക്ലൂഡ് ചെയ്യുന്ന സന്ദർഭത്തിൽ എഴുതപ്പെട്ട 2 വാക്യങ്ങളാണ് ഞാനിവിടെ വായിച്ചത്. ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽക്കുവീൻ, പുരുഷത്വം കാണിപ്പീൻ, ശക്തിപ്പെടുവീൻ. നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവീൻ. 1 തൊട്ട് 15 വരെയുള്ള ആ ചാപ്റ്ററിലെ
പലതരത്തിലുള്ള രോഗലക്ഷണങ്ങൾ, ആത്മീക രോഗലക്ഷണങ്ങളുടെയും അതിൻ്റെ മരുന്നെന്നോണം താൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു മരുന്നാണ് ഈ 2 വാക്യങ്ങളിൽ കാണുവാൻ കഴിയുന്നത്. ഇവരുടെ പ്രശ്നങ്ങൾ എല്ലാം ഞാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ തുടർന്ന് ആവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഈ പ്രശ്നങ്ങളെല്ലാം കണക്ട് ചെയ്ത്, അതായത് ഈ 1 കൊരിന്ത്യർ ലേഖനം അതിനെ മുഴുക്കയും കടഞ്ഞെടുത്താൽ ഈ 2 വാക്യത്തിൽ നമുക്ക് കൊണ്ടുവന്ന് ഇതിനെ സെൻറ്ററാക്കി നമുക്ക് നിർത്താം. ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽക്കുവീൻ, പുരുഷത്വം കാണിപ്പീൻ, ശക്തിപ്പെടുവീൻ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവീൻ. ഇതിനകത്ത് പല പ്രശ്നങ്ങളും പല കോംപ്ലക്സ് ഇഷ്യൂസും ഉണ്ട്. അത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പല കോംപ്ലക്സ് ഇഷ്യൂസ് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഡൈവേഴ്സ് ഇഷ്യൂസ് നമ്മൾ കാണുവാൻ കഴിയുന്നുണ്ട്. ഇതെല്ലാം താൻ കൈകാര്യം ചെയ്യുമ്പോൾ പൗലോസ് ഒരു കാര്യമാണ് ഏറ്റവും പരമപ്രധാനമായി താൻ ഉദ്ദേശിക്കുന്നത്. ഈ പുസ്തകത്തിൻ്റെ രത്ന ചുരുക്കൊരൊറ്റ വാക്കിൽ അതിനെ സമ്മറൈസ് ചെയ്താൽ സാങ്ക്ടിഫിക്കേഷൻ എന്നുള്ള പദം, വിശുദ്ധീകരണം എന്നുള്ള പദം നമുക്ക് അതിൽ ചുരുക്കുവാൻ കഴിയും. വിശുദ്ധീകരണം അടിസ്ഥാനമായി അതാണ് താൻ പറഞ്ഞു വരുന്നത്. നിങ്ങൾ വിശുദ്ധിയുള്ളവരായിരിക്കണം. പലതരത്തിലുള്ള പ്രലോഭനങ്ങളും പലതരത്തിലുള്ള വിഷയങ്ങളും നടക്കുമ്പോഴും അതിൻ്റെ അകത്ത് വിശുദ്ധിയുള്ളവരായിരിക്കണമെന്നാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ കാണിക്കുന്നത്. സാങ്ക്ടിഫിക്കേഷൻ, സെറ്റ് എപ്പാർട്ട്, ദിനം തോറും വിശുദ്ധീകരണം പ്രാപിക്കണം. ഒരിക്കലായി യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ തളി പ്രാപിച്ചവരായ വിശുദ്ധന്മാർ ദിനം തോറും ഈ പ്രക്രിയയിലൂടെ കടന്നു പോകണം. സയൻറ്റിഫിക്കേഷൻ ഓൺ എ ഡെയിലി ബേസിസ്, ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുന്നില്ല എന്നാണ് ദൈവത്തിൻ്റെ വചനം ഇവിടെ വ്യക്തമായി നമ്മളെ ഓർപ്പിക്കുന്നത്. ഒരു പ്രോസസ്സിലൂടെ നാം കടന്നു പോയിക്കൊണ്ടിരിക്കുക, വിശുദ്ധീകരണത്തിൻ്റെ ഒരു പ്രോസസ്സിലൂടെ. അങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. കോംപ്ലക്സ് ഇഷ്യൂസിലൂടെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ഇതിൻ്റെ അകത്തുനിന്ന് നിങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ 4 കാര്യങ്ങൾ ചെയ്യണമെന്നാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്. 4 കാര്യങ്ങൾ. 1, അലേർട്ട്, ഉണർന്നിരിപ്പീൻ. അതിൻ്റെ ഗ്രീക്ക് ഭാഷയിലുള്ള മൂലപദം ഗ്രിഗോറിയോസ്, വാച്ച് ചെയ്യുക. എന്തിൽ നിന്നും വാച്ച് ചെയ്യണം? 1 തൊട്ടുള്ള അധ്യായങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ പലതരത്തിലുള്ള സങ്കീർണങ്ങളായ പ്രശ്നങ്ങൾ അവർ നേരിട്ടുകൊണ്ടിരിക്കുക. ഡിവിഷൻസ്, അതുപോലെ തന്നെ ദുർനടപ്പ്, അതുപോലെ കോടതി കേസ്, അങ്ങനെ പലതരത്തിലുള്ള പലതരത്തിലുള്ള പാപങ്ങൾ അവരുടെ സഭയിൽ കയറിക്കൂടുകയാണ്. ജ്ഞാനവാദികൾ അവരെല്ലാം ഇതിൽ നിന്നും അവർ പ്രത്യേക തരത്തിലുള്ള മോട്ടീവോടുകൂടി അവിടെ വർക്ക് ചെയ്യുകയാണ്. ഇതിൽ നിന്നെല്ലാം നിങ്ങൾ അലേർട്ടായിരിക്കണം. അലേർട്ട്. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നു. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. അത് ഇങ്ങനെ വായിക്കുന്നു. അതിൻ്റെ 6-ാമത്തെ വാക്യം, നാമോ പകലിലുള്ളവരാകിയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചയും ശിരസ്ത്രവുമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധം ഉള്ളവരായിരിക്കുക, അലേർട്ടായിരിക്കുക. പിന്നീട് നാം വായിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ കാണുന്നു, ആകെയെല്ലാം ശേഷമുള്ള മനുഷ്യരെ പോലെ ഉറങ്ങാതെ സുബോധം ഉള്ളവരായിരിക്കുക എന്നും നമുക്ക് കാണുന്നുണ്ട്. മത്തായി സുവിശേഷം 24-ാം അധ്യായം അതിന് 42-ാം വാക്യത്തിൽ വായിക്കുന്നു, വാച്ച് ദെയർഫോർ വാട്ട് അവർ ലോർഡ് കംസ്. ഏത് നാഴിക മനുഷ്യപുത്രൻ വരുന്നു എന്നറിയായികൊണ്ട് നാമും ഉണർന്നിരിപ്പീൻ. അലേർട്ട്. സ്പിരിച്വൽ ജീവിതത്തിൽ, ആത്മീയമായ ജീവിതത്തിൽ ഒരു അലേർട്ട്നെസ് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്.
കർത്താവിൻ്റെ വരവ് 2024 നടന്നില്ല. എന്നാൽ കർത്താവിൻ്റെ വരവ് 2025 ആണെങ്കിൽ അത് മിസ് ചെയ്യുവാൻ പാടില്ല. അലേർട്ട്, അലേർട്ട്, ബിക്കോസ് ഓഫ് ദ കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. നാളും നാഴികയും അറിയാത്തത് കൊണ്ട് ഉണർന്നിരിപ്പിനെന്നാണ് നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 37-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നു, യജമാനൻ വരും നേരം ഉണരുന്നവരായി കാണുന്ന ദാസന്മാർ ഭാഗ്യവാന്മാർ. യജമാനൻ നാളുകളായി ഇവിടെ ഇല്ല. അവൻ വരുന്ന നേരത്ത് ഉണർന്നും ജാഗരിച്ചും കൊണ്ട് അവരുടെ ഏൽപ്പിച്ചിരിക്കുന്ന പ്രവൃത്തികളിൽ ഉത്സുകരായി നിൽക്കുന്ന അവരെ കാണുമ്പോൾ യജമാനൻ എന്ത് സന്തോഷമുണ്ടാകും. ഏത് സമയത്തും നമ്മുടെ കർത്താവ് വരും. അത് 2025 കൊള്ളാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ലോങ് ടേം പ്ലാൻ അനുസരിച്ച് ഒരു പക്ഷേ പോകത്തില്ലായിരിക്കാം, ചിലപ്പോൾ വന്നില്ലെന്നിരിക്കാം. പക്ഷേ നമ്മളുടെ ആ മനസ്സിൻ്റെ ആ ഒരുക്കമെന്ന് പറയുന്ന അലേർട്ടായിരിക്കുക, വാച്ച്ഫുള്ളാകുക. യജമാനൻ വരും നേരം ഉണരുന്നവരായി നമ്മൾ കാണേണ്ടത് ആവശ്യമാണ്. രണ്ടാമത്തെ കാര്യം നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്. ഒന്നാമത് അലേർട്ട്. 2, he advises them to stand fast in the faith. വിശ്വാസത്തിൽ നിലനിൽപ്പീൻ. To keep their ground, adhere to the revelation of God. ദൈവം തന്നിരിക്കുന്ന റെവലേഷൻ അനുസരിച്ച്, വെളിപ്പാടനുസരിച്ച്, വചനത്തിലൂടെ, ദൈവാത്മാവിലൂടെ എനിക്കും നിങ്ങൾക്കും തന്നിരിക്കുന്ന, നിങ്ങളോട് സംസാരിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ വെളിപ്പാട്, അതിൽ സ്റ്റാൻഡ് ഫാസ്റ്റ് ഇൻ ദ ഫെയ്ത്ത്. ദുരുപദേശത്തിൻ്റെ കൊടുങ്കാറ്റുകൾ നമ്മുടെ ചുറ്റും അടിക്കുമ്പോൾ ഞാൻ വിശ്വസിച്ചത് സത്യമാണോ അല്ലയോ എന്ന് ഓർക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് പഥ്യോപദേശമാണ്. സ്വർഗത്തിൽ ചെല്ലുവാൻ പര്യാപ്തമായ ആ സത്യവചനം നിങ്ങളുടെ ഉള്ളിൽ നട്ടിരിക്കുക. സ്റ്റാൻഡ് ഫേം, സ്റ്റാൻഡ് ഫാസ്റ്റ് ഇൻ ദ ഫെയ്ത്ത്. അതിനെ മുറുകെ പിടിച്ചു കൊള്ളണം. പക്ഷേ വിശ്വാസത്തിൽ നിന്ന് പിന്മാറിപ്പോകുവാനുള്ളതായ പ്രലോഭനങ്ങൾ ഒരുപക്ഷെ ഉണ്ടായെന്നിരിക്കാം. ജീവിതത്തിൻ്റെ സൗകര്യങ്ങൾ മാറുമ്പോൾ ഒരുപക്ഷെ വിശ്വാസത്തിൽ ക്ഷീണമുണ്ടായെന്നിരിക്കാം. ലോകം, ജഡം, പിശാച്, ജഡമോഹം, കൺമോഹം, ജീവനത്തിനായുള്ള പ്രതാപം നമ്മളെ ഒരുപക്ഷെ ഈ വിശ്വാസം മുറുകെ പിടിക്കുവാൻ കഴിയാതെ വന്നിരിക്കാം. എന്നാൽ അങ്ങനെയുള്ളവരോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്, സ്റ്റാൻഡ് ഫാസ്റ്റ് ഇൻ ദ ഫെയ്ത്ത്, കീപ് ദെയർ ഗ്രൗണ്ട്. നമ്മൾ നിൽക്കുന്നിടത്ത് ഉറച്ചു നിൽക്കണം. ഒരു യുദ്ധക്കളം പോലെയാണ്. കോൺകർ ചെയ്ത ഒരു സ്ഥലം പട്ടാളക്കാർ വിട്ടുകൊടുക്കാതെ അവിടെ കോൺകർ ചെയ്ത് നിൽക്കുന്നത് പോലെ, ഫേമായിട്ട് നിൽക്കുന്നത് പോലെ വിശ്വാസത്തിൽ ഉറച്ചു നിലനിൽപ്പീൻ. നമുക്ക് വീണ്ടും കാണുന്നത്, ക്രിസ്ത്യൻ ഷുഡ് ബി ഫിക്സ്ഡ് ഇൻ ദ ഫെയ്ത്ത് ഓഫ് ഗോസ്പൽ. സുവിശേഷത്തിൽ നാം നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. വളരെ വ്യക്തമായി സുവിശേഷം നമുക്ക് തന്നിരിക്കുക. ആൻഡ് മെയിൻറ്റെയിൻ ഈവൻ ടു ഡെത്ത്. സുവിശേഷത്തിൽ, സത്യസുവിശേഷം, ദൈവത്തിൻ്റെ പുസ്തകം നമുക്ക് എഴുതി തന്നിരിക്കുക. അതിൻ്റെ പൊരുൾ നമുക്ക് ദൈവത്തിൻ്റെ വചനം തന്നിരിക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതിൽ നാം നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. അതിന് നിലനിൽക്കണമെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ വചനം പഠിച്ചേ ഒക്കത്തുള്ളൂ. 2 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം ഇങ്ങനെ കാണുന്നു. 2 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം അതിന് 1-ാം വാക്യം. നിങ്ങളുടെ വിശ്വാസത്തിന്മേൽ ഞങ്ങൾക്ക് കർത്തൃത്വം ഉള്ളവർ എന്നല്ല, നിങ്ങളുടെ സന്തോഷത്തിന് ഞങ്ങൾ സഹായികളത്രേ. വിശ്വാസ സംബന്ധമായി നിങ്ങൾ ഉറച്ച് നിൽക്കുന്നുവല്ലോ. വിശ്വാസ സംബന്ധമായി നിങ്ങൾ ഉറച്ച് നിൽക്കുന്നുവല്ലോ. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സ്നേഹിത, 2025 വിശ്വാസ സംബന്ധമായി നിങ്ങൾ ഉറച്ചു നിൽക്കേണ്ടത് ആവശ്യമാണ് എന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു. 1 യോഹന്നാന്റെ ലേഖനം
അതിൻ്റെ 1-ാം അധ്യായം, 1 യോഹന്നാൻ്റെ ലേഖനം 1-ാം അധ്യായം, അതിൻ്റെ 4-ാമത്തെ വാക്യം, 1 യോഹന്നാൻ്റെ ലേഖനം അതിൻ്റെ 5-ാം അധ്യായം, അതിൻ്റെ 5-ാം അധ്യായം, 1 യോഹന്നാൻ 5-ാം അധ്യായം, അതിൻ്റെ 4-ാമത്തെ വാക്യം ഇങ്ങനെ കാണുന്നു: ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു, ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. നാം ലോകത്തെ ജയിക്കുന്നവരാണ്. എങ്ങനെയാണ് നാം ലോകത്തെ ജയിച്ചത്? ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. അപ്പോൾ 2-ാമത്തെ ഭാഗമെന്ന് പറയുന്നത് വിശ്വാസത്തിൽ നിലനിൽപ്പീൻ. തുടക്കത്തിൽ നമ്മളധികം കാര്യങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിലും ദൈവദാസന്മാരും ദൈവവചനവും പറയുമ്പോഴും ദൈവവചനം വായിക്കുമ്പോഴും വിശ്വാസത്തിൻ്റെ മെസ്സേജുകൾ കേൾക്കുമ്പോഴും നിങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിശ്വാസത്തെ ഉറപ്പിക്കുക. തന്നെയുമല്ല, നമ്മുടെ ജീവിതത്തിലുള്ള പ്രാർത്ഥനകൾ കേൾക്കുമ്പോഴും പലതരത്തിലുള്ള എക്സ്പീരിയൻസുകൾ വരുമ്പോഴും വിശ്വാസത്തിൽ നമ്മളെ ഉറപ്പിക്കുക. ആ വിശ്വാസത്തിൽ സുവിശേഷത്തിൻ്റെ അതിൻ്റെ അതോറിറ്റിയിൽ നമ്മൾ നിലനിൽക്കണം. 2025 നമ്മൾ ആതൊരു തീരുമാനമെടുക്കട്ടെ. വിശ്വാസത്തിൽ കർത്താവേ, ഞാൻ നിലനിൽക്കും എന്ന് നമുക്കൊരു തീരുമാനം എടുക്കാം. 1, ഉണർന്നിരിപ്പീൻ. കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഉണരണം. 2, വിശ്വാസത്തിൽ നിലനിൽക്കണം. വിശ്വാസത്തിൽ നാം നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. 3-ാമത്തേത് പുരുഷത്വം കാണിപ്പീൻ. 3-ാമത്തേത് പുരുഷത്വം കാണിപ്പീൻ. അത് എൻ്റെ അടുത്ത ഭാഗം കൂടെ ഞാൻ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ശക്തിപ്പെടുവീൻ. പുരുഷത്വം കാണിപ്പീൻ, ശക്തിപ്പെടുവീൻ. He advises them to act like men and be strong. പുരുഷന്മാരെ പോലെ സ്ട്രോങ് ആകണം. സ്ത്രീകൾക്കും ഇതിനകത്ത് ഉൾപ്പെടും. ഫിസിക്കൽ സ്ട്രെങ്ത് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആക്ട് the manly, firm and resolved part. Behave strenuously. നിരന്തരമായി നമ്മുടെ ഉദ്ദേശത്തിന് വേണ്ടി നമ്മൾ പോരാടേണ്ടത് ആവശ്യമാണ്. പുരുഷത്വം കാണിക്കുക, മെച്യൂരിറ്റി കാണിക്കുക. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ശക്തിപ്പെടുക. പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ രാവിലെ നിങ്ങളോട് പറയുന്നത് എന്താണെന്നറിയാമോ? പുരുഷത്വം കാണിക്കുക, ആത്മീയ കാര്യങ്ങളിൽ സ്ട്രോങ് ആകുക. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ദൈവവചനം പാരായണം ചെയ്യണം, ദൈവവചനം പഠിക്കണം, സാക്ഷീകരിക്കണം. അതിനെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. പുരുഷത്വം കാണിപ്പീൻ, ശക്തിപ്പെടുവേൻ. നമ്മൾ രക്ഷിക്കപ്പെട്ടിട്ട് നമ്മൾ എത്ര വർഷമായെന്ന് അവരവർക്ക് തന്നെ അറിയാം. എന്നാൽ എത്ര വർഷത്തെ മെച്യൂരിറ്റി നമ്മൾ കാണിക്കുന്നുണ്ട്? ദൈവം നമ്മുടെ മെച്യൂരിറ്റി നോക്കുകയാണ്. ശക്തിപ്പെടുക. അതിൻ്റെ അവസാനത്തെ ഭാഗം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നതിൻ്റെ അവസാനത്തെ ഭാഗം, നിങ്ങൾ ചെയ്തതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവീൻ. അപ്പോൾ വളരെ പ്രധാനമായൊരു കാര്യം, ആദ്യത്തെ 3 കാര്യങ്ങൾ: ഉണർന്നിരിക്കുവീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ, പുരുഷത്വം കാണിപ്പീൻ, ശക്തിപ്പെടുവീൻ. ഈ 3 കാര്യങ്ങളും, പുരുഷത്വം കാണിപ്പീൻ, ശക്തിപ്പെടുവീൻ, രണ്ടും ഒന്നാണ്. അപ്പോൾ പറഞ്ഞ 3 കാര്യങ്ങളും ഇൻവേർഡ്ലിയുള്ള കാര്യങ്ങളാണ്. എന്നാൽ ആത്മീയ ജീവിതം ഇൻവേർഡ് ഗ്രോത്ത് മാത്രമല്ല, അതിൻ്റെ മാനിഫെസ്റ്റേഷൻ, അതിൻ്റെ പ്രകടനം വെളിയിൽ കാണുന്നുണ്ട്. അതാണ് ഈ അവസാനത്തെ ഭാഗത്ത് കാണുന്നത്. നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവീൻ, സ്നേഹത്തിൽ ചെയ്യുവീൻ. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞതിന് ശേഷമായി 13-ാം അധ്യായത്തിൽ ഇവരുടെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമെന്നോണം അപ്പോസ്തലനായ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളവും അത്രേ. എനിക്ക് പ്രവചന വരവുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ്റെയൊക്കെ വിശ്വാസമുണ്ടായാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ ഏതുമില്ല.
3 കാര്യങ്ങൾ, ആദ്യത്തെ 3 കാര്യങ്ങൾ താൻ ചെയ്യുവാൻ പറയുമ്പോൾ അതെല്ലാം ഒരു മനുഷ്യരും കാണുന്നില്ല. അത് ഇങ്ങനെയാണ് കാണുന്നത്: ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ, പുരുഷത്വം കാണിപ്പീൻ, ശക്തിപ്പെടുവീൻ. ഇതെല്ലാം ഇൻറ്റേണലാണ്. എന്നാൽ താൻ പറയുന്ന അവസാനത്തെ കാര്യം സ്നേഹം. ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവീൻ. 4ാമത്തെ പ്രധാനപ്പെട്ട കാര്യം സ്നേഹത്തിൽ ചെയ്യുവീൻ. അഗാപ്പെ ലവ്. ക്രിസ്തു സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, ഉയർന്നവനിൽ നിന്നും താണവനിലേക്ക് ഒഴുകുന്ന അഗാപ്പെ ലവ്. ഫിലിയോ അല്ല, സമത്വമുള്ള ഒരുവർ തമ്മിൽ സ്നേഹിക്കുന്ന പോലെ, ഒരേ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ, ഒരേ തരത്തിലുള്ള തൊഴിൽ ചെയ്യുന്നവർ, ഒരേ സോഷ്യൽ സ്റ്റാറ്റസ് ഉള്ളവർ സ്നേഹിക്കുന്നതിനെ ഫിലിയോ എന്ന് പറയും. ഈറോസ് എന്ന് പറയുന്നത് ജഡീക സ്നേഹം. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ സ്നേഹത്തിൽ ചെയ്യുവീൻ. ചെയ്യുന്നതെല്ലാം അഗാപ്പയിൽ ക്രിസ്തു നമ്മളെ സ്നേഹിച്ചതുപോലെ നമ്മൾ ചെയ്യണം. പ്രിയമുള്ള എൻ്റെ സഹോദരങ്ങളെ, ഈ 2025 ആദ്യത്തെ നിമിഷങ്ങളിൽ എനിക്ക് നിങ്ങളെ ഓർപ്പിക്കുവാനുള്ളത്, ലോകം കാണുന്ന നമ്മുടെ ഔട്ട്വേർഡ് അപ്പിയറൻസ് അത് സ്നേഹത്തിലായിരിക്കട്ടെ, ദൈവ സ്നേഹത്തിലാകട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നിൽ വളരട്ടെ. അതനുസരിച്ച് ഞാൻ എൻ്റെ പ്രവർത്തികൾ നീക്കട്ടെ. ഒരുപക്ഷെ നമ്മളെ ഒപ്പോസ് ചെയ്യുന്നവർ കാണുമായിരിക്കും, ഒക്കെ വിഷയങ്ങളുടെ മുഖത്ത് കാണുമായിരിക്കാം. പക്ഷെങ്കിൽ ലവ് ദം വിത്ത് ദ സെയിം ലവ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്തു നമ്മളെ സ്നേഹിച്ചതുപോലെ നമ്മളും നമ്മളിൽ നിന്നും ആ സ്നേഹത്തിൻ്റെ ഒരു സ്ട്രീം ഒഴുകേണ്ടത് ആവശ്യമാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കുവാൻ ആഗ്രഹിക്കുക. 4 കാര്യങ്ങൾ. ഉണർന്നിരിക്കുക, ബി അലേർട്ട്, വാച്ച്ഫുൾ. ഒരു പക്ഷെങ്കിൽ 2025 ഏതെങ്കിലും ഒരു ദിവസത്തിലായിരിക്കാം നമ്മുടെ കർത്താവ് വരുന്നത്. എന്നെ കേൾക്കുന്നവരാരും തന്നെ കൈവിടപ്പെട്ടു പോകുവാൻ ഇടവരരുത്. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ആ ശോധനയെങ്കിലോ അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ പരീക്ഷണത്തിലോ നിങ്ങൾ വിശ്വാസത്തെ തള്ളി പറയരുത്. സന്ദർഭങ്ങളിൽ പുരുഷത്വം കാണിച്ചുകൊണ്ട് സ്റ്റാൻഡ് ഫേം, ശക്തിപ്പെട്ടുകൊണ്ട് നമുക്ക് നിൽക്കാം. നാം ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യാം. ഇങ്ങനെയുള്ളവരെ ചേർപ്പാനായി നമ്മുടെ കർത്താവ് വരികയാണ്. നമ്മൾ 2024 നമ്മുടെ കർത്താവ് വരുമെന്ന് വിശ്വസിച്ചു. അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങി കാത്തിരുന്നു. എന്നാൽ 2025 ഡോണ്ട് മിസ് എ ചാൻസ്, ഡോണ്ട് മിസ് ഇറ്റ്. ദൈവം നമ്മളോട് കൂടെയുണ്ട്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ചുരുക്കുന്നു. നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും അതുപോലെ തന്നെ സൊസൈറ്റിയിലും വേണ്ടുന്ന എല്ലാ നന്മകളും ദൈവം നൽകി നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് നമ്മൾ ഇവിടെ വാക്യം വായിച്ചതുപോലെ ഉണർന്നിരിക്കാം, വിശ്വാസത്തിൽ നിലനിൽക്കാം, പുരുഷത്വം കാണിക്കാം, ശക്തിപ്പെടാം. ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യാം. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ഹല്ലേലൂയ. സ്തോത്രം.